ഹലോ ഗായ്സ്, ഇത് നമ്മുടെ കേടുന്ന ടി വി ഒക്കെ നേരാക്കിയിട്ടുണ്ട്. നമുക്ക് ന്യൂസ് കാണാം. ആടെ ഷിൻചാനെ. ഹലോ, ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ സിറ്റിയിൽ ചീറ്റ ഇറങ്ങിയിട്ടുണ്ട്. അതും കാട്ടിൽ നിന്നാണ് ചീറ്റ വന്നതെന്നാണ് അഭിപ്രായം കേട്ടത്. ഈ ചീറ്റ കാട്ടിൽ നിന്ന് ചാടിയതാണ്. നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. നിങ്ങളൊക്കെ വാതില് അടച്ചിരിക്കുക. പിന്നെ വളരെ സൂക്ഷിച്ചിരിക്കണം. വളരെ അപകടകരമാണ് ഈ ചീറ്റ. നിങ്ങളെല്ലാവരും വളരെ അധികം സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ നാട്ടിൽ ചീറ്റ ഇറങ്ങിയതാ. ഇതെങ്ങനെ ഉണ്ടായത്? ചീറ്റ എങ്ങനെ ഇതുണ്ടായത്? കാട്ടിൽ നിന്ന് വന്നതാണ് ചീറ്റ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാതിലൊക്കെ അടയ്ക്കാം. അത് ഷിൻചാനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ? അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വാതിലൊക്കെ അടയ്ക്കുക. അത് പിന്നെ ലൈവ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളുടെ ചീറ്റ് മിക്കവാറും വില്ലേജിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലൈവ് ന്യൂസ് ആണല്ലോ, ലൈവ് ന്യൂസ്. ശരി, എന്തായാലും നമുക്ക് വാതിലടയ്ക്കാം. ഗൈസ്, ഞങ്ങളൊക്കെ അങ്ങനെ വാതിലടച്ചു. ഇനി ഗൈസ്, ഇവിടെ ഒരു വാതിലും അടയ്ക്കാനില്ല. ആകെ ഈ വീട്ടിൽ ഒരു വാതിലേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്, ടി വി കാണുന്ന ഗെയിം കളിക്കണം. ഗൈസ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പി സിയിൽ ഗെയിം കളിക്കുക. അതായിരിക്കും ഇത്രയും കൂടെ നല്ലത്. നമുക്ക് ഇത്തിരി നേരം ഗെയിം കളിക്കാം, ഞാനും ഷിൻചാനും കൂടെ. ഗൈസ്, അങ്ങനെ ഗെയിം കളിച്ച് ഞങ്ങൾക്ക് മതിയായി. ഷിൻചാനെ വാട കിടക്കാം, ഉറക്കം വരില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശരി, എന്നാ വാ കിടക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ഷിൻചാനൊക്കെ കിടന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കാര്യം ചെയ്യാം, നമ്മുടെ എക്സസൈസൊക്കെ ചെയ്യാൻ പോവുക. അത് ജിമ്മ്. അപ്പോൾ ഗൈസ്, നമുക്ക് കാര്യം ചെയ്യാം, വേഗം നല്ല എക്സസൈസൊക്കെ ചെയ്യാം. ഒരു മിനിറ്റ്, അതെന്താ ഗൈസ്? അത് ചീറ്റല്ലേ? ഷിൻചാനെ ഓടിക്കോടാ, ചീറ്റ വന്നോ? ഈ ചീറ്റ എങ്ങനെ ഗൈസ് നമ്മുടെ വീട്ടിൽ വന്ന്? അതാണ് ഗൈസ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ചീറ്റ ഇങ്ങോട്ട് വന്നല്ലോ. എടാ ഷിൻചാനെ, വാടാ. അയ്യോ, എന്നാലും ഈ ചീറ്റ എങ്ങനെ അകത്തേക്ക് വന്ന്? അകത്തേക്ക് വന്ന്. എടാ ഷിൻചാനെ, നമുക്ക് വേഗം വാതിൽ തുറന്നിട്ടേ വെളിയിൽ പോവാതായിരിക്കും നല്ലത്. ഗൈസ്, ഞങ്ങളൊക്കെ അങ്ങനെ വാതിൽ തുറന്നു. ഇതിനടുത്ത് നമ്മുടെ ഒരു വണ്ടി ഉള്ളതാക്കിയ ഈ കിഡ്നാപ്പ് വണ്ടിയാണ്, അതായത് ഈ ഒമ്നിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒമ്നി എടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് പോവാ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ചാവേണ്ടി വരും. ഇനി എടുത്തിട്ടേ നമുക്ക് വേഗം ഒരു കാര്യം ചെയ്യാം, വെപ്പൺസ് ഓടിക്കാൻ പോവാ. ഇത് വെറും വെപ്പൺസ് അല്ല, വിട്ടാ ഗൈസ് അതങ്ങനെ മയങ്ങോ അങ്ങനത്തെ വെപ്പൺസ് നമ്മുടെ കടയിലുണ്ട്. അത് പിന്നെ പുതിയ കടയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ കടയിൽ പോവാ. എനിക്കതിന് വേണ്ടി കൺട്രോൾ ചെയ്യാനും കിട്ടണില്ല. അപ്പോൾ ഗൈസ്, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ആ വെപ്പൺ ഷോപ്പിൽ പോവാം. ഇത് പിന്നെ പുതിയൊരു വെപ്പൺ ഷോപ്പാണ്. ഇനി നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവുക. ഇതിനകത്ത് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. നമ്മളിങ്ങനെ ഗൈസ് ലെഫ്റ്റ് എടുത്തു. അടുത്ത് വീണ്ടും ഒരു ലെഫ്റ്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് എടുക്കണം. ഗൈസ്, എന്താണ് നമ്മുടെ കടയിൽ ഇവിടെ എത്തി. ഇന്നലെ ചീറ്റയ്ക്ക് ഇവിടെ തന്നെ വരണമായിരുന്നു, എൻ്റെ വീട്ടിൽ തന്നെ വരണമായിരുന്നു. അതിന് വേറെ എവിടേക്കെങ്കിലും വയ്ക്കൂടെ? ഗൈസ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വെപ്പൺസ് വേഗം മേടിക്കാൻ പോകട്ടോ ഗൈസ്. വെപ്പൺസ് മേടിക്കാൻ പോകും. എന്തായാലും ഇവിടെ നല്ല വെപ്പൺസ് കിട്ടുന്നു, അതെനിക്ക് ഉറപ്പാണ് ഗൈസ്. ഞാനങ്ങനെ വെപ്പൺസൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഷിൻചാനാണെങ്കിൽ വണ്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കേട്ടോ, അവൻ വന്നിട്ട് വെപ്പൺസ് ഓടിക്കും. ആടെ ഷിൻചാനെ വെപ്പൺസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ആ ചീറ്റൻ്റെ അടുത്തൊരു തീരുമാനമാക്കാം. പക്ഷെ അത് മയക്കണതാണ് കേട്ടോ, കൊല്ലണതല്ല. കൊല്ലുന്നതാണെങ്കിൽ നമ്മൾ അപ്ലൈ ജയിലിൽ പോയേനെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുക്കുക. ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇതിൽ കൂടെ പോകണം. എനിക്കാണെങ്കിൽ വണ്ടിയാണ് കൺട്രോൾ ചെയ്യാനും കിട്ടില്ല. ഇതിൻ്റെ ഹാൻഡ്ലിങ് എന്താണ് ഗൈസ് ഇങ്ങനെ, അതാണ് ഗൈസ് എനിക്ക് ഇതാവുന്നത്. എന്തായാലും നമ്മുടെ കയ്യിൽ കുറേ വെപ്പൺസ് ഉണ്ട്.
ഗൈസ് ഞാൻ വെപ്പൺസൊക്കെ നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇവിടെ തന്നെ വണ്ടി നിർത്താം. ഉള്ളിൽ കൊണ്ടുപോയി ആ ചീറ്റൊക്കെ നമ്മളെ കാണും. നമ്മുടെ AK-47 ഒക്കെ നമ്മുടെ ഉണ്ട്. ഇപ്പം നമുക്ക് വെപ്പൺസ് ഒന്നും കയ്യിൽ പിടിക്കണ്ട. ആ ചീറ്റ എവിടെ ഉണ്ട് എന്ന് നോക്കാം. ആ എന്നിട്ട് ആ ചീറ്റ എനിക്ക് കാണാനൊന്നുമില്ല. ആ കണ്ടു ബസ് ഇതാ അവിടെ ചീറ്റയുണ്ട്. നമ്മളെ കണ്ടില്ലത്, പക്ഷെ നമ്മൾ അതിനെ കണ്ടു. അപ്പോൾ ഗൈസ് നമുക്ക് കാണിച്ചാൽ നമ്മുടെ AK-47 അടുത്ത് അതിന് കൊല്ലാൻ നോക്കാം. കൊല്ലമില്ല, മയക്കാൻ നോക്കാം. കൊന്നാൽ പിന്നെ നമ്മൾ ജയിലിൽ പോകുമല്ലോ. ഇത് കൊള്ളണില്ല ഗൈസ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ RPG എടുക്കാം. RPG നല്ല പവർഫുള്ളാണ്. അതവിടെ പോയത് ഗൈസ്, അതിനെ എനിക്ക് കാണാനില്ല. അപ്പോൾ ഗൈസ് ഈ ചീറ്റയാണെങ്കിൽ എനിക്ക് കാണുന്നില്ല, അതവിടെ പോയി കിടക്കണം ഗൈസ്. ആ ഹാളിലൊന്നും കാണാനില്ല. നമുക്ക് ഇത്തിരി മുന്നിൽ പോയി നോക്കാം. എൻ്റെ കണ്ണിന് പ്രശ്നമായിരിക്കും. നമുക്ക് ഇത്തിരി മുന്നിൽ പോയി നോക്കാം. ചീറ്റനെ എനിക്ക് കാണാനൊന്നും ഇല്ല. RPG ആ കൈ പിടിക്കാം, പക്ഷെ അതിനെ കൊണ്ട് നമുക്ക് എനിക്കതിന് വെടിവെച്ചിടാം. അതിനെ കൊണ്ടിട്ടില്ല, അത് നമ്മളെ കണ്ടിട്ടില്ല ഗൈസ്. നമുക്കിനി ഒറ്റ ഇവിടെ വയ്ക്കാം. ആ ഗൈസ് അത് ആ പീസിൻ്റെ മേലെ കിടന്ന് ചത്തു ഗൈസ്. അത് നമ്മുടെ പീസിൻ്റെ മേലെ കയറിയിട്ടാ. അപ്പോൾ ഗൈസ് അതങ്ങനെ മയങ്ങി. അവിടെ ഷിൻചാനെ വാടാ, നമ്മുടെ ഇതൊക്കെ മയങ്ങി. നമുക്ക് ഗൈസ് ഫോറസ്റ്റ് ഏരിയ വിളിക്കാം. ഗൈസ് ഞാനിങ്ങനെ ഫോറസ്റ്റ് ഏരിയ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ ഷിൻചാനാണെങ്കിൽ വണ്ടിത്തുള്ളി ഇരുന്ന് AC കാറ്റുള്ളത് കേട്ടോ. AC കാറ്റുള്ള നല്ല രസമുണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അങ്ങനെ ഫോറസ്റ്റുകാരൊക്കെ കൊണ്ടുപോയി ആ സിംഹത്തിനെ. സിംഹമല്ല, ചീറ്റയാണ്. ഇന്നടുത്തത് ഗൈസ് നമുക്ക് സ്വസ്ഥമായിരിക്കാം. എടാ ഷിൻചാനെ ഔട്ട്രോ പറയും. അപ്പോൾ ഗൈസ് ഇതേ ഉള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.